ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ വേർതിരിച്ചു നിർത്തുന്നത് അതിൻ്റെ നാനാത്വത്തിൽ ഏകത്വമാണ്. ആ ബഹുസ്വരതയെ നമ്മൾ എല്ലാവരും മാനിക്കുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന പോലും പറഞ്ഞത്, ഈ രാജ്യം മതേതര രാജ്യമാകുന്നതിനേക്കാൾ ഏറെ എനിക്കിഷ്ടം ഹിന്ദു രാജ്യമാകുന്നതാണെന്ന്. കാരണം അവർക്കൊന്നും ബഹുസ്വരതയെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇസ്ലാം മതം മാത്രമായിരിക്കണം ലോകം മുഴുവനും വ്യാപകമായി പ്രചരിക്കേണ്ടതെന്നും ആ ഇസ്ലാമിന്റെ കീഴിലായിരിക്കണം ലോകം മുഴുവനും സഞ്ചരിക്കേണ്ടത് എന്നും വിശ്വസിക്കുന്ന, എന്നാഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അത്തരക്കാർക്കൊന്നും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ബഹുമാനിക്കാൻ സാധിക്കില്ല, അത് ആസ്വദിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഏക സിവിൽ കോഡിന് വേണ്ടി നമ്മൾ ശബ്ദിക്കുമ്പോഴെല്ലാം വേണ്ട, ഏക സിവിൽ കോഡ് ഇവിടെ ആവശ്യമില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമായി അവർക്ക് ശരീഅത്ത് നിയമം വേണം എന്ന് വാദിക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ക്രിമിനൽ നിയമത്തിന് വേണ്ടിയിട്ട് ഇവർ വാദിക്കാത്തത്? ഇവിടെ കട്ടാൽ കട്ടവന്റെ കൈവെട്ടുന്ന നിയമം ഇവിടെയില്ല, ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലുന്ന നിയമമില്ല, പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും, അത്തരം ക്രിമിനൽ നിയമങ്ങളെല്ലാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ. ഇന്നും മതനിയമത്തെ ആരോ വന്നിട്ട് മൂത്രമൊഴിച്ച് ഒലിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അട്ടഹാസം ഉണ്ടാക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് സിവിൽ നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്ത്, വഖഫ് ട്രസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നീ മതത്തിൻ്റെതായിട്ടുള്ള വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഈ മതേതര രാജ്യത്ത് ഒരൊറ്റ നിയമം എന്ന രൂപത്തിൽ പൊതു സിവിൽ കോഡ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് അട്ടഹാസം ഉണ്ടാകുന്നത്? ഇവർക്ക് ഇഷ്ടം പോലെ കെട്ടണം, യഥേഷ്ടം വിവാഹമോചനം നേടണം, അങ്ങനെയെങ്കിലും ജനസംഖ്യ വർദ്ധിപ്പിക്കണം. ഇവർക്ക് മാതാപിതാക്കളുടെ സമ്പത്തിൽ ആണിന് കിട്ടുന്നതിന്റെ പകുതി പെണ്ണിന് കൊടുത്ത് ബാക്കിയൊക്കെ അവകാശങ്ങൾ, പാരന്റിങ്, വഖഫ്, ട്രസ്റ്റ്, ദത്ത്, ഇതെല്ലാം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിന് അനുകൂലമായി കൊണ്ടുപോകണം ഇവർക്ക്. ഇന്നും ഇവർ അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇന്ത്യക്കകത്ത് തന്നെയാണ് കേരളത്തിന് ഈ വിഷയത്തിൽ യാതൊന്നും പറയാനില്ല. കാരണം ശരീഅത്ത് നിയമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തിരക്കിലാണ് കേരളം. എന്നാൽ നട്ടലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന സംസ്ഥാനമുണ്ട് ഇവിടെ. ആ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന ഭരണഘടനയുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടിട്ട് അവർക്കെടുക്കാവുന്ന രൂപത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനനുസൃതമായ രൂപത്തിൽ നാടിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് ഉത്തരാഖണ്ഡ്. അതായത് 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമം വലിച്ചെറിഞ്ഞ് ഇവിടെ വേണ്ടത് ഒരു പൊതു നിയമമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ പൊതു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ കേരളത്തിന് ബാധകമല്ല എന്ന രൂപത്തിൽ നിൽക്കുന്നത് പോലെ ഒരു സംസ്ഥാനമല്ല ഉത്തരാഖണ്ഡ്. തമിഴ്നാടാണെങ്കിലും ഗോവയാണെങ്കിലും ത്രിപുര, ഇവരൊക്കെ പ്രത്യേകമായി ആ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന രൂപത്തിൽ എന്ത് നിയമമാണോ കൈക്കൊള്ളേണ്ടത് അതിനനുസൃതമായി മുന്നോട്ട് പോകുന്നവരാണ്. അതിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേദനിക്കുന്നു, ഇത് മതരാജ്യമല്ലല്ലോ എന്ന് പറയാൻ കഴിയണം. ഇപ്പോഴിതാ ഉത്തരാഖണ്ഡ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുകയാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമം വലിച്ചെറിഞ്ഞ് ഇവിടെ എല്ലാവർക്കും, മതേതര വിശ്വാസികൾക്കെല്ലാം ഒരൊറ്റ നിയമം മതി എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ. സർക്കാർ തലത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ബില്ലിന് ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകിയിരുന്നു. इसी महीने जनवरी माह में जो हमारा एक्ट बनकर तैयार हो गया वो लागू होगा। उसके लिए ट्रेनिंग इत्यादि के काम हैं, वो सब चल रहे हैं और उस पर पूरी तरह से हमारा सभी विभाग अपने अपने स्तर से जिनको काम करना है काम कर रहे हैं। सरलीकरण, समाधान और निस्तारण ये हमारा शुरू से मंत्र रहा है और यूसीसी भी हमारा इसी मंत्र को आगे बढ़ाएगा. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ, അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. വിവിധ തരത്തിലുള്ള, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഉടനീളം
ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം. കാരണം മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാനും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാനും പറ്റുന്ന ഇഫ് ദി പാർട്ടീസ് വെയർ മുസ്ലിം ദി റൂൾ ഓഫ് ലോ ഷാൾ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ എന്നുള്ള നിയമം എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. മുസ്ലിങ്ങളാണ് പാർട്ടിയെങ്കിൽ അവർക്ക് 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമമാണ് എന്ന് പറഞ്ഞു വെക്കണമെങ്കിൽ ഇത് ശരീഅത്ത് നിയമം ഉൾക്കൊള്ളുന്ന രാജ്യമല്ലല്ലോ, ശരീഅത്ത് നിയമത്തെ ഫോളോ ചെയ്യുന്ന രാജ്യമല്ലല്ലോ. ഇവിടെ ഒരു ജനാധിപത്യ ഭരണഘടനയുണ്ടല്ലോ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കാൻ എന്റെ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരല്ലേ? തയ്യാറെടുപ്പുകൾ, അതിന്റെ പരിശോധനകൾ, ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം, ഏറ്റവും ഒടുവിൽ ബില്ല് നിയമസഭയിലേക്ക് എത്തി. അതിനുശേഷം വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിയെ തയ്യാറാക്കി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ അറിയിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ ജനുവരി മുതൽ, അതായത് ഈ 2025 തുടക്കം മുതൽ തന്നെ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിട്ടുള്ളത്. ഈ നിയമം നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം, സർക്കാർ തലത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, അതെല്ലാം അവസാന ഘട്ടത്തിലാണ്. അതെല്ലാം പൂർത്തിയാവുകയാണ്. ജനുവരി മുതൽ തന്നെ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നടത്തിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് നിയമസഭ നേരത്തെ പാസാക്കിയിരുന്നു. ആ ബില്ലിന് ഗവർണറും പിന്നീട് രാഷ്ട്രപതിയും അംഗീകാരം നൽകി. വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, ഈ നിയമം നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ പ്രത്യേക കമ്മിറ്റിക്ക് സർക്കാർ രൂപം നൽകിയിരുന്നു. ആ കമ്മിറ്റിയും 2 ആഴ്ചകൾക്ക് മുൻപാണ് സർക്കാർ തലത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിനുശേഷം സർക്കാർ തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ജനുവരിയോടുകൂടി ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. വിവാഹമോചനം, കൂടാതെ ഭൂമി കൈമാറ്റം, സ്വത്തുക്കളുടെ പിന്തുടർച്ചാ അവകാശം തുടങ്ങിയ എല്ലാ കാര്യത്തിനും വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഏകീകൃത സിവിൽ നിയമം, അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ ചട്ടമാണ്, ആ നിയമമാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ തലത്തിലും സ്വകാര്യ തലത്തിലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, തുല്യ നിയമം എന്നുള്ളതാണ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുന്നത്. ഉത്തരാഖണ്ഡിന് പുറമെ ഗുജറാത്തും ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുന്നതിനും അതിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിനും തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും പ്രത്യേക കമ്മിറ്റിയെ ഗുജറാത്ത് സർക്കാർ രൂപീകരിച്ചു. ഒപ്പം ദേശീയ തലത്തിൽ മോദി സർക്കാരും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ജനുവരിയിൽ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഏത് രൂപത്തിലായിരുന്നാലും ശരി, ഇതിനെ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള മതേതര വിശ്വാസികൾ അത് 2 കൈയും കൂട്ടി സ്വീകരിക്കുകയുള്ളൂ. ഉത്തരാഖണ്ഡ് സർക്കാരിനെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം, നട്ടെല്ലുള്ള ഒരു ഭരണകൂടമാണ് അത് ഭരിക്കുന്നത്, ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത്. ആ ജനങ്ങൾക്ക് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമം, ഒരു ഭരണനീതി അവർക്ക് ലഭിക്കും എന്ന് ഉത്തരാഖണ്ഡ് ഉറപ്പുവരുത്തും. മിണ്ടുന്നതിന് മുമ്പ് നുണ പ്രചരിപ്പിക്കാനും ഈ രാജ്യത്തിന്റെ വികസനത്തെയും പുരോഗതിയെയും തടയാനും നല്ലൊരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ മാധ്യമ പ്രവർത്തകരും പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെ മുൻപന്തിയിലുണ്ടാകും. അതാ പറയുന്നത്, സത്യം ചെരിപ്പിടുമ്പോഴേക്ക് നുണ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന്. അനധികൃതമായ കുടിയേറ്റം തടയാൻ പൗരത്വ രജിസ്റ്റർ അഥവാ NRC കേന്ദ്രം കൊണ്ടുവന്നു. ആ സമയത്ത് കേരളത്തിൽ എന്താ പറഞ്ഞ് പ്രചരിപ്പിച്ചത്? ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളെയും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങളെ മുഴുവനും പൗരത്വം റദ്ദ് ചെയ്ത് ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതാക്കി മാറ്റുന്ന ഒരു നിയമമാണ് എന്നല്ലേ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. നമ്മുടെ ഉപ്പാപ്പമാര് വരെ, അവരുടെ വരെ പൗരത്വം നമ്മൾ തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റൂ എന്നല്ലേ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കപ്പെട്ട 7ഓളം വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്ന നിയമം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ രാജ്യത്തെ ഒരു പൗരനെ ബാധിക്കുന്നതായിരുന്നോ? എന്നിട്ട് അവരെന്താ പറഞ്ഞ് പ്രചരിപ്പിച്ചത്? ഈ രൂപത്തിലായിരുന്നു കിംവദന്തികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. മുസ്ലിങ്ങൾക്കൊന്നും ഇനി ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ വന്നിട്ട്, എടാ ഡാഷിന്റെ മോനെ മോദി, നിന്റെ ആരടാ, നിന്റെ അവനല്ലേടാ ഇവനല്ലേടാ, അവർക്ക് പറ്റൂടാ ഞങ്ങളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് താത്താമാര് വന്നിട്ട് അട്ടഹാസം ഉണ്ടാക്കിയത് നമ്മൾ കേട്ടില്ലേ? കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ കേൾപ്പിക്കാം. ക്ലാരിറ്റി എല്ലാവരും ഇതിന്റെ പോരാണ്. ഞങ്ങളുടെ നാടും ഞങ്ങളുടെ
ചോദിച്ചത് പണ്ടാരം പാടിയ ഒരു പാട്ടുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു നാടി മണ്ണു നമ്മുടെ വാക്കും മാപ്പിളെ അന്യ നാട്ടിൽ നയിച്ച് സമ്പാദിച്ചിട്ട് ഇവിടെ വെച്ച് ഈ സ്വത്ത് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഈ നാടിന്റെ മോനിക്ക് ഏറ്റവും വലിയുണ്ടോ? ക്ലാരിറ്റി ഇല്ല. ഈ ഡാഷിന്റെ മോനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. നമ്മുടെ വാപ്പമാര് നയിച്ചുണ്ടാക്കി ഈ ഭൂമിയിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ നീയൊക്കെ ആരാടാ ചായക്കടക്കാരൻ തിണ്ടിയുടെ മോനെ എന്നൊക്കെയാണ് താത്ത പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ താത്ത മാപ്പും ഒക്കോപ്പും ഒക്കെ ആയിട്ട് വന്നു എന്നുള്ളത് നേരാ. അതായത് ഈ രൂപത്തിലാണ് നമ്മുടെ നാട് മുഴുവനും NRC പ്രചരിപ്പിക്കപ്പെട്ടത്. അതുപോലെയാണ് ഏക സിവിൽ കോഡും. മുസ്ലിങ്ങളുടെ ശരീഅത്ത് നിയമത്തെ അങ്ങ് ഉമ്മാക്കി കാണിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ല. എല്ലാവർക്കും വിവാഹമോചനം, അനന്തരാവകാശം, ഇതെല്ലാത്തിനും ഒരൊറ്റ നിയമം. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും. മുസ്ലിങ്ങൾക്ക് നാലുകെട്ടും അത് ഒഴിവാക്കലും അതൊന്നും പറ്റില്ല. കാരണം അവർക്ക് ഒഴിവാക്കണമെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. അതിനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്ന് കോടതിയെ സമീപിച്ചിട്ടാണ് ഡിവോഴ്സ് നേടുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നേടണം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. നന്ദി.